യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യമാണ് നാം ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയൊരു വാഗ്ദത്തത്തിൻ്റെ വചനമാണ്, സന്തോഷത്തിൻ്റെ വചനമാണ്. ആത്യന്തികമായി നന്മ വിജയിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ പരാജയമെന്ന് തോന്നുകയാണെങ്കിൽ, പല പ്രയാസങ്ങൾ വരുന്നു എന്ന് ചിന്തിച്ചാലും ആത്യന്തികമായി നാം വിജയിക്കും, നന്മ വിജയിക്കും. അതാണ് മലാക്കി 4:3. കർത്താവ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയുമുള്ളവർ, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം, അത് പറയുന്നത് 2-ാം വരവാണ്, അന്ത്യവിധിയാണ്. ആ ദിവസം ദുഷ്ടന്മാർ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് ആത്യന്തികമായി അന്ത്യവിധി ദിവസത്തിൽ നാം കണക്ക് കൊടുക്കണം. അങ്ങനെ കണക്ക് കൊടുക്കുമ്പോൾ നീതിമാന്മാർ വിജയം നേടുകയും ദുഷ്ടന്മാർ, തിന്മയുടെ അവസ്ഥയുള്ളവർ ചവിട്ടി താഴ്ത്തപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാൽ കീഴിൽ ചാരം പോലെയാകുമെന്ന് പറയുമ്പോൾ അവരെന്നേക്കുമായി പരാജയത്തിൻ്റെ വ്യക്തിയായി മാറും. നന്മ ചെയ്ത് തമ്പുരാൻ്റെ ചേർന്ന് നിൽക്കുന്നവർ വിജയിക്കുമെന്നാണ് വചനം പറയുന്നത്. ഇതൊരു വ്യക്തിപരമായ പ്രതികാരത്തിനുള്ള ഒരു ചിന്തയല്ല, മറിച്ച് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിച്ചത് അനീതിപരമായിട്ടാണെങ്കിൽ ദൈവം അവരെ തിരുത്തുമെന്നൊരു വാഗ്ദാനമാണ്. ഒപ്പം തന്നെ തിന്മയോടുള്ള വിജയം നമുക്ക് ദൈവം തരുമെന്ന് പറയുന്ന ഒന്നാണ്. വിശ്വസ്ത പുലർത്തുന്നവരെ കർത്താവ് ചേർത്ത് നിൽക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അവിടെ അർത്ഥമാക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ ഒരു ചിന്ത വെച്ച് ജീവിക്കണം. നന്മ ചെയ്താൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണെന്നും, തിന്മ ചെയ്ത് പ്രവർത്തിക്കുന്നവർ നേട്ടം കൈവരിക്കുന്നത് ഒരു കാര്യം ഓർത്തോളൂ, പൂർണ്ണമായും മാറ്റാനാവാത്ത ഒരു നാശത്തിലേക്ക് അവർ എത്തുമെന്ന് സൂചിപ്പിക്കുക. വൈക്കോൽ പോലെ അവർ കത്തിക്കപ്പെടുമെന്നും പറയുക. അപ്പോൾ പ്രിയമുള്ളവർ, നന്മ തിന്മ വീണ്ടും ഓർക്കുക. നന്മ ചെയ്യുന്ന നമുക്ക് ആത്യന്തികമായ വിജയം കർത്താവ് തരും. കൂടാതെ അന്ത്യവിധിയെക്കുറിച്ചുള്ള ചിന്ത കൂടിയാകുമ്പോൾ മറക്കരുത്, നാം എല്ലാത്തിനും കണക്ക് കൊടുക്കണം. എങ്കിൽ പ്രിയമുള്ളവരെ, അന്ത്യവിധിയെക്കുറിച്ച് പറയാനല്ല അച്ഛൻ പറഞ്ഞ കേട്ടോ, മറിച്ച് നന്മയും തിന്മയും ഉണ്ടെന്നും ആത്യന്തികമായി നന്മ വിജയിക്കുന്നുവെന്നും നാം ചെയ്യുന്ന പ്രവൃത്തി കണക്ക് കൊടുക്കണം എന്ന ചിന്തയോടെ ജീവിക്കണമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നന്മയിൽ ജീവിക്കുവാൻ, നന്മയിൽ തുടരുവാൻ, നന്മയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, നന്മയിൽ ജീവിക്കാൻ, നന്മ പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറക്കരുതേ, ഈ വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവെക്കണം കേട്ടോ.